എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ എയർടെൽ സിമ്മിനെ ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാം. അതിനായി ഞാൻ എയർടെൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്തുണ്ട് അപ്ഗ്രേഡ് ടു ഈ സിം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ഏത് സിമ്മാണ് എയർടെലിൻ്റെ അത് അടിക്കുക. അതിനുശേഷം ഈ ദിസ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ID നമ്പർ പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മുടെ എബൌട്ട് ഫോണിൽ പോവുക. എബൌട്ട് ഫോണിൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ID നമ്പർ കണ്ടോ, ID നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പറ ബാക്കി വന്നിട്ട് ID നമ്പർ പേസ്റ്റ് ചെയ്തിട്ട് ഗെറ്റ് ഈ സിം വയ OTP. അവിടെ OTP വരും, നമുക്ക് മൊബൈലിൽ നമ്മുടെ സിമ്മിൽ OTP വരും. അത് വെരിഫൈ ചെയ്യണം. കിട്ടിയതിന് ശേഷം പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ശകലം നേരം വെയിറ്റ് ചെയ്യണം. കണക്ട് ടു വൈഫൈ, ആഡ്സ് ഈ സിം ഡിവൈസ്, റിമൂവ് ഫിസിക്കൽ സിം. ഇതിന് ശേഷം നമ്മുടെ നോർമൽ സിം എടുക്കാവുന്നതാണ്. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ഫോണിൻ്റെ കണക്ഷൻസ് വരിക. എന്നത് സിം മാനേജറിനകത്ത് പോവുക. സിം മാനേജറിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആഡ് ഈ സിം എന്ന് പറഞ്ഞ ബട്ടൺ ഇനേബിളായി. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി വരും. ആഡ് സിം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആവും. ശകലം വെയിറ്റ് ചെയ്യണം, പ്രോസസ്സിങ് ടൈമുണ്ട്. കണ്ടോ, ആഡ് സിം ഓക്കെ ആഡ് ചെയ്യുക. ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡിൻ ഈ സിം കണ്ടോ, അത് പ്രോസസ്സിങ്ങിലാണ്. പ്രോസസ്സിങ് 100% ആകുമ്പോൾ നമുക്ക് അവിടെ എഴുതി വരും ഈ സിം എന്ന് പറയും. നമുക്ക് ഫിസിക്കൽ സിം ഇടേണ്ട ആവശ്യമില്ല. ഈ സിമ്മിൽ നമുക്ക് മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ വരുന്ന ഫോണുകളിൽ, സ്മാർട്ട് ഫോണിലെല്ലാം 2 സിമ്മിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന ഓപ്ഷനാണ്. കണ്ടോ, ഈ സിമ്മ് നമ്മുടെ ഇനേബിളായി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവായി. അപ്പോൾ നമുക്ക് സെക്കൻഡ് സിമ്മ് റിമൂവ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ഫോണുകൾ നമ്മൾ ഒന്നുകിൽ 2 സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ് ഇടാം. അപ്പം മെയിനായിട്ട് സാംസങ് ഫോണിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സിം ആക്കുകയാണെങ്കിൽ നമുക്ക് മെമ്മറി കാർഡുമായിട്ട് ഉപയോഗിക്കാം. ഒരു സിമ്മും ഫിസിക്കൽ സിമ്മും ഒരു മെമ്മറി കാർഡും ഒപ്പം തന്നെ ഒരു ഈ സിമ്മായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ സിം എങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഈ സിം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എയർടെൽ ഏത് സർവീസ് പ്രൊവൈഡറാണോ അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ സിമ്മിലേക്ക് സിമ്മ് മേടിക്കേണ്ടി വരും. താങ്ക് യു.